നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ വാഹനമിടിപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി അലന്റെ സുഹൃത്തും ഒറ്റപ്പാലം സ്വദേശിയുമായ അജീഷാണ് തൃശൂരിൽ നിന്നും പിടിയിലായത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് FIRൽ പറയുന്നു. കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നെന്ന് പ്രതികളുടെ മൊഴിയുണ്ട്. പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുമായി വെട്ടിച്ചു കടന്നത്. പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ത്യാഗസ്മരണയിൽ മുസ്ലിം സമൂഹം ബലി പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പട്ടാമ്പി മേഖലയിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളെത്തി. ഇബ്രാഹിം നബിയുടെയും പുത്രൻ ഇസ്മയിലിന്റെയും ത്യാഗസ്മരണയുടെ ഓർമ്മകൾ പുതുക്കിയാണ് മുസ്ലിം വിശ്വാസികൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ ആഘോഷം. പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലി പെരുന്നാൾ പകർന്നു നൽകുന്നത്. ബലി പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് രാവിലെ പട്ടാമ്പി മേഖലയിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ് പള്ളിയിലും നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത്. പട്ടാമ്പി ടൗൺ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിലും പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. നിഷാന്ത് സലഫി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി. വലിയ സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഏറെക്കുറെ എല്ലാ ജാമിയകളുടെയും ജാമിഅ നദവിയ സലഫിയ മദീനത്തുൽ ഉലൂം പോലെയുള്ള അറബി കോളേജുകളുടെയും പ്രിൻസിപ്പളായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു അക്കാഡമീഷ്യനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോ അതിന്റെ ഒന്നാമത്തെ ഓറിയന്റൽ ഭാഷകളുടെ ഡീനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്മരണികയിൽ പിൽക്കാലത്ത് ജീവിച്ച അദ്ദേഹത്തെ അറിയുന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ എഴുതുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം തന്റെ ജീവിതം സമുദായത്തിന് നൽകി. എത്രയെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വെള്ളിയാഴ്ചകളും അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിവസങ്ങൾ പോലും സമുദായം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അപഹരിച്ചെടുത്തുവെന്നാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ തേടി ജീവിക്കുകയാണ്, നമ്മുടെ ആസ്വാദനങ്ങൾ അന്വേഷിച്ച് ജീവിക്കുകയാണ്, നമ്മുടെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ജീവിതത്തിലെ മിക്കവാറും ആളുകളുടെ എല്ലാം ജീവിതത്തിലെ സർക്കസുകളെയും ഇതിനു വേണ്ടിയാണ്. ആസ്വദിക്കണം, സന്തോഷിക്കണം, ആഘോഷിക്കണം, എല്ലാം ഉത്സവമാക്കണം, എല്ലാം കളറാകണം. പട്ടാമ്പി MA സ്കൂൾ ഗ്രൗണ്ടിൽ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം ഒരുക്കിയത്. രാവിലെ 7:15 നമസ്കാരം ആരംഭിച്ചു. ഡോക്ടർ P. അബ്ദുൽ സലഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ഹജ്ജ് കർമ്മം നമ്മോട് വിളിച്ചു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഏറ്റവും അതിമഹത്തായ ഒരു സമത്വത്തിന്റെ സന്ദേശമാണ് ഹജ്ജ് നമ്മോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാഹോദര്യത്തിന്റെ മറ്റൊരു സന്ദേശമാണ് ഹജ്ജ് നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടിയ ആളുകളിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, വിവിധ നിറക്കാരുണ്ട്, പണക്കാരന്റെ രാജാക്കന്മാരുണ്ട്, പട്ടിണിപ്പാവങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേ വസ്ത്രം, ഒരേ സ്വരം, ഒരേ ശബ്ദം, എല്ലാം ഒന്നായി തീരുന്ന, ആർക്കും എന്തിന്റെയും പേരിൽ ആധികാരികമോ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ഒന്നിച്ചു നിൽക്കുന്ന ആ സാഹോദര്യത്തിന്റെ വിളംബരമാണ് ഹജ്ജ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഈ ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മങ്ങൾ നടക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പട്ടാമ്പിക്കൊപ്പം തൃത്താല മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത്.
ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോഴും ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു. ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായി 19 വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കാതെ അധികൃതർ. ദേശമംഗലം വരവൂർ മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് 20 വർഷങ്ങൾക്ക് മുൻപ് ഭൂചലന കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂചലന കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഭൂചലന അളവ് മാപ്പിനുകളിൽ വലിയ വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദത്തിൽ കൂടി ഭൂചലനം നടന്നതായി ഗ്രാഫ് കാണിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ നിന്നും സിസ്മോഗ്രാഫ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പീച്ചി ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ പ്രഭവ കേന്ദ്രം തലശ്ശേരിയിലാണെന്ന് പറഞ്ഞാണ് 1998 തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. തൃശൂർ നിർമ്മിതി കേന്ദ്ര 5 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം പണിതത്. തുടർന്ന് സിസ്മോഗ്രാഫ് സ്ഥാപിക്കുകയും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു. ഭൌമശാസ്ത്രജ്ഞരായ CP രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ചാണ് ഉപകരണങ്ങൾ പീച്ചിയിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. പിന്നീടാണ് കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയത്. നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കെട്ടിടം പോലീസ് ഔട്ട്പോസ്റ്റോ വില്ലേജ് ഓഫീസോ മാറ്റുന്നതിന് ദേശമംഗലത്തെ പലരും പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവികൊണ്ടില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വല്ല വില്ലേജ് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ട് ഇതേവരെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതിലിപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ വേസ്റ്റാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കൊടുത്തിട്ടിട്ട് ഇതിലാകെ ഇപ്പം അടുത്ത വീട്ടുകാരൻ പറയുന്നത്, അടുത്ത വീട്ടുകാരനല്ല, എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അടുത്ത വീട്ടുകാരൻ പറയുന്നത് നായകളെ കൊണ്ടും പന്നികളെ കൊണ്ടും ഭയങ്കര ശല്യമാണ്. അത് കണ്ടാൽ നോക്കിയാൽ തന്നെ അറിയാം. അതുമാത്രമല്ല രാത്രിയാണെങ്കിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. 2018 പ്രളയമുണ്ടായപ്പോൾ ദേശമംഗലം പള്ളത്ത് ഉരുൾപൊട്ടി ജീവനും വീടും നഷ്ടപ്പെട്ടവർക്ക് ഒരു ക്യാമ്പ് ഈ കെട്ടിടത്തിൽ ഒരുക്കാമായിരുന്നിട്ടുകൂടി അധികൃതർ അനങ്ങിയില്ല. കോവിഡ് സമയത്ത് ഉപയോഗിക്കാനായി നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിക്കാരുടെ സ്വപ്നമായിരുന്ന ഗ്രാമീണ വായനശാല നിലവിൽ വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വായനശാല നിലനിർത്താൻ കെട്ടിടം വിട്ടുതരുവാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും അപേക്ഷകൾ നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ കെട്ടിടം പൂർണ്ണനാശത്തിലേക്കെത്തും. 2000 ഈ കെട്ടിടം ഇവിടുന്ന് പീച്ചിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അവരന്ന് അതിന് മാറ്റുന്നതിന് പറഞ്ഞൊരു കാരണമെന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ റോഡുകൾ ഉള്ളതിൻ്റെ പേരിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പഴയ പോലെ ജനങ്ങളൊരു പരിഭ്രാന്തിയിലാണ്. തുടർച്ചയായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം ഇവിടെ ഒരു ക്ലബ്ബ് നിലനിന്നിരുന്നു. ആ ക്ലബിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ നിർമ്മിച്ചത്. അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളയാട്ടമായി മാറിയിരിക്കുകയാണ്. ഒരു CCTV ന്യൂസ് തളി. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ അഷ്റഫ് ഉസ്താദ് സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. തുടർന്ന് 8 മണിയോടെ ബലിപെരുന്നാൾ നിസ്കാരത്തിന് തുടക്കമായി. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് അസ്ഹരി നേതൃത്വം വഹിച്ചു. ഹക്കിം സഖാഫി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിശ്വാസികൾക്ക് മധുര വിതരണവും നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്ത് പെരുന്നാൾ സന്ദേശം നൽകി. പള്ളി പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചരിത്ര വിജയം നേടിയ നിയുക്ത MP ഷാഫി പറമ്പിൽ പെരുന്നാൾ ആഘോഷത്തിനായി ജന്മനാടായ ഓങ്ങല്ലൂരിലെത്തി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷം ഷാഫിയെ അഭിനന്ദിക്കാൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ കാരക്കാട്ടുകാരുടെ സ്വന്തം MP ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജന്മനാട്ടിലേക്ക് എത്തിയത്. വടകരയിലെ ചരിത്ര വിജയത്തിന് ശേഷമാണ് ഷാഫിയുടെ വരവ്. രാവിലെ പാറപ്പുത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തു. നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷാഫിയെ നാട്ടുകാരും നേതാക്കളുമെല്ലാം വരവേൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. പട്ടാമ്പിയിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാരക്കാടേക്ക് എത്തിയിരുന്നു. പാലക്കാടാകുമ്പോഴും പെരുന്നാൾ വേളകളിൽ ഓങ്ങല്ലൂർക്ക് എത്തുന്ന പതിവ് ഷാഫി പറമ്പിലുണ്ട്. ഇത്തവണയും അത് മുടക്കാതെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടുകാർക്കും പ്രവർത്തകർക്കുമൊപ്പം സെൽഫി എടുത്തും കുശലാന്വേഷണങ്ങൾ നടത്തിയുമാണ് ഷാഫി പറമ്പിൽ മടങ്ങിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം,
വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല പനമ്പറ്റ കോളനിയിൽ പൊതുകുളത്തിന് സമീപത്തു നിന്നും 222 ലിറ്റർ വാഷ് പിടികൂടി. തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ TS സജീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോഹരൻ KA, സിവിൽ ഓഫീസർമാരായ നിഖിൽ PK, അനീഷ് EV, ഡ്രൈവർ അനുരാജ് എന്നിവർ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പുരാതനവും പ്രസിദ്ധവുമായ തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാനം ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ ദേവിയും വീരഭദ്രനും 2 പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രങ്ങൾ അപൂർവമാണ് ഈ ക്ഷേത്രം. ഭക്തർ മനംനൊന്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശാന്തസ്വരൂപിണിയായാണ് ശ്രീ വീരസ്ഥാനം വിരുട്ടാണത്തമ്മ അറിയപ്പെടുന്നത്. മറ്റു മിക്ക ദേവീക്ഷേത്രങ്ങളിലും കണ്ടുവരാത്ത വളരെയേറെ താന്ത്രിക ചടങ്ങുകൾ ഉള്ളതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ കുമാരനും ക്ഷേത്രമൂത്തടികളും കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ താന്ത്രിക ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, ഭഗവതി സേവ, പുരാണപാരായണം, ഭദ്രകാളി മാഹാത്മ്യം, നാരായണീയ പാരായണം, തുടർന്ന് വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, കേളി എന്നിവയും നടന്നു. ഭഗവതിയെ തൊഴുതുവണങ്ങാൻ എത്തിയ ഗജവീരൻ തെച്ചിക്കോട്ട് രാമചന്ദ്രനെയും ആദരിച്ചു. വൈകിട്ട് വിശപ്പ് എന്ന നാടകവും അരങ്ങേറി. ക്ഷേത്രം സമിതി ട്രസ്റ്റ് അംഗങ്ങൾ, ക്ഷേത്രം സേവാസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. വിരുട്ടാണം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് BKS അടികൾ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് കുളപ്പുള്ളി ലീല, സിനിമാ പിന്നണി ഗായിക രാധിക അശോക്, പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ഷാജി, സേവാസമിതി പ്രസിഡന്റ് രമേശൻ മാഷ് തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ക്ഷേത്രമൂത്തടികൾ ശങ്കരനാരായണൻ, സെക്രട്ടറി നീലകണ്ഠനടികൾ, പ്രസന്നനടികൾ എന്നിവർ പ്രതിഷ്ഠാദിനത്തിന് കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റ് മെമ്പർമാരായ PM സോമൻ, വിശ്വംഭരൻ, ഗോപാലകൃഷ്ണൻ, സേവാസമിതി അംഗങ്ങളായ സഞ്ജയൻ, ദിവാകരൻ, നാരായണൻ, ബാലു, വിദ്യാധരൻ, ചന്ദ്രൻ, ക്ഷേത്രം മാനേജർ VP ഗിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, തളി. മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDFന്റെ കുത്തിയിരിപ്പ് സമരം. പുതിയ ഗേറ്റിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. പ്രകടനമായാണ് പ്രവർത്തകർ സമരത്തിനെത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ കുറേയായി ഈ ഒരു റോഡിന് വേണ്ടിയിട്ടുള്ള മുറവിളി നമ്മൾ കൂട്ടൽ തുടങ്ങിയിട്ടുള്ളത്. പഞ്ചായത്തിനോട് പറഞ്ഞാൽ പറയും, MLAയോട് പറയാം, MLAയോട് പറഞ്ഞാൽ പറയും നിങ്ങൾ ബ്ലോക്ക് മെമ്പറോടൊന്ന് പറഞ്ഞു നോക്കുമെന്ന് പറയും. ഇങ്ങനെ ഇട്ട് കളിപ്പിക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ആരോട് പറയണമെന്ന് ഇവിടെ ആർക്കും അറിയാതെ
ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു റോഡ് മാത്രമല്ല, മുതുകര പഞ്ചായത്തിലെ മൊത്തം ഭരണ രീതി തന്നെ നമുക്കറിയാവുന്നതാണ്. ഒന്നിനും കാശില്ല എന്ന് പറഞ്ഞ് ഇവിടെ യാതൊരു പുരോഗതിയും ഒരു പ്രവർത്തനവും നടക്കാതെ എന്തൊക്കെയോ ജനങ്ങളുടെ മുമ്പിൽ ലഭ്യം പറയുമ്പോൾ അല്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ഭരണസമിതി. നമ്മൾക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നേരം പോലെ നടക്കണമല്ലോ റോട്ടിൽ കൂടെ. നേരം പോലെ നമുക്കറിയാം, ടാക്സ് കൊടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. വാഹനങ്ങൾക്ക് കൃത്യമായി ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഉടനെ RTO കടലാസ് വരും, വാഹനം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി നമുക്കൊക്കെ അറിയാം. അങ്ങനെ ടാക്സ് കൊടുത്ത് നികുതി കൊടുത്ത് എന്തൊക്കെയോ വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നടക്കാൻ പോലും കഴിയാതെ ഒരു ചെറു ബൈക്ക് പോലും ഓടിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഈ റോഡിന് സംഭവിച്ചിട്ട് കൊല്ലങ്ങളായി. ഇതിന്റെ പരാതി എല്ലാവരോടും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി. KPCC അംഗം റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ സേതൽവി അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ സന്തോഷ്, KB കബീർ, K മുഹമ്മദ്, സിജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഏറെക്കാലമായി ഈ പാത തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.